ചെന്നിത്തല, 2 കെ മുരളീധരൻ, 3 ഉണ്ണിത്താന്. അപ്പൊ അവരെ ഒന്നും കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുന്നു. മലയാളികളുടെ പൊതുവികാരം ഇന്നതാണ്, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതില്ലെങ്കിൽ നിങ്ങളെ ഇപ്പം നമ്മൾ ആ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ കാര്യം, രാഹുൽ മാക്കൂട്ടം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഒരു വെറും 7-8 മണിക്കൂർ കൊണ്ട് തന്നെ 30,000-40,000 ലൈക്കും ഓൺലൈൻ വോട്ടിംഗ് ആയിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ല, അത്രയും ഷെയറിങ് വരുമ്പോൾ രമേശ് ചെന്നിത്തല ഒരു പോസ്റ്റ് ഇട്ട് 4 മണിക്കൂറായിട്ട് പോലും വെറും 63 പേര് മാത്രം ലൈക്ക് ചെയ്യുന്നു പറയുമ്പം, അതായത് രാഹുൽ മാക്കൂട്ടം ഇടുന്നതിന്റെ 1000-1 പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥ വികാരം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമെങ്കിലും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നമ്മളെ കത്തയച്ചിരിക്കുന്നത്. അത് ഇനി നമ്മൾ തുടരും. അതുപോലെ തന്നെ ഓരോ ദിവസവും ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ പറയണം, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണവും വെറും ഫ്ലോപ്പാണ്. കടുക് മണിയോളം പോലും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, അവർ തെറ്റുമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആരാക്രമിച്ചു കഴിഞ്ഞാലും അവർ സ്വയം നാറിക്കൊണ്ടേയിരിക്കും. ചീമുട്ട എറിയുന്നവൻ ഒരു ചീമുട്ട രാഹുൽ മാക്കൂട്ടത്തിന്റെ പേരിൽ എറിയുന്നവൻ 10 ചീമുട്ട തിരിച്ച് വാങ്ങുന്നതിന് സമാനമാണ്. അതുപോലെ തന്നെ